വിശ്വാസനായകന പൂർത്തി വരുത്തുന്നിൻ യേശുവിങ്കൽ വചനപാത വചനപാത വചനപാത. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ ബൈബിളിൽ നിന്നും 2 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 11-ാം അധ്യായം 40-ാമത്തെ വാക്യം. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. 2 ഭവനങ്ങളിൽ നടക്കുന്ന സംഭവത്തോടുള്ളതായ ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ വാക്കുകളാണ് നാം ഇവിടെ വായിച്ച് കേട്ടത്. ഒന്നാമത്തെ സംഭവം ഒരു കല്യാണ വീട്ടിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു വിരുന്ന് വീട്ടിൽ, ഒരു സന്തോഷ വീട്ടിൽ നടന്നതായൊരു സംഭവമാണ്. കാനാവിലെ കല്യാണ വീട്ടിൽ കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ അത്ഭുത പ്രവൃത്തി നടന്ന ആ അത്ഭുത പ്രവൃത്തിയെക്കുറിച്ച് സുവിശേഷകനായ യോഹന്നാൻ എഴുതിയിരിക്കുന്ന വാക്കുകളാണ് നാം ഒന്നാമത് വായിച്ച് കേട്ടത്. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. 2-ാമത് വായിച്ച വേദഭാഗം അത് ഒരു വിലാപ വീട്ടിൽ കർത്താവ് പറയുന്ന വാക്കുകളാണ്. ബേഥാന്യയിൽ ലാസറിൻ്റെയും മറിയുടെയും വീട്ടിൽ, മാർത്തയുടെയും മറിയുടെയും വീട്ടിൽ, ലാസറിൻ്റെ വീട്ടിൽ, ആ വീട് കർത്താവ് വാക്കുകൾ പറയുമ്പോൾ ഒരു വിലാപ വീടായിരുന്നു, ഒരു ദുഃഖ വീടായിരുന്നു. ഒരേ ഒരു സഹോദരൻ ലാസർ രോഗിയായി ചില ദിവസങ്ങൾ കടന്നു, ദീനമായി കിടന്നു, മരിച്ചു. കല്ലറയിൽ അടക്കി 4 നാൾ കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ നടന്ന കാര്യം ഒരു സങ്കട വീട്. ചെറിയ ദുഃഖമൊന്നുമല്ല, ചെറിയ സങ്കടമൊന്നുമല്ല. കരഞ്ഞ് കരഞ്ഞ് വാപൊത്തി നിലവിളിക്കുന്ന വീട്. ആ വീട്ടിലേക്ക് ഒരു വ്യക്തി കടന്നു ചെന്നാൽ ഈ മാർത്തയുടെയും മറിയയുടെയും സങ്കടം കാണുമ്പോൾ ആ വീട്ടിൽ ചെല്ലുന്നവരും കരഞ്ഞു പോകും. ആ വീട്ടിൽ അവരുടെ ദുഃഖം കാണുന്നവരുടെയെല്ലാം കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന ഒരു ദുഃഖ വീട്. കർത്താവിൻ്റെ കണ്ണുകൾ വരെ നിറഞ്ഞൊഴുകിയെന്ന് യേശു കണ്ണുനീർ വാർത്തു എന്നെഴുതിയിരിക്കുന്നു. അത്രമാത്രം വിലാപ വീട്. ആ വീട്ടിൽ ക്രിസ്തു പറയുന്ന വാക്കുകളാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം. ഈ ദൈവമഹത്വം എന്ന് പറയുന്നത് സന്തോഷത്തിന് നടുവിൽ വെളിപ്പെടുന്നതാണ്. ദുഃഖത്തിൻ്റെ ഏറ്റവും ഭയാനകമായ രംഗത്തിലും വെളിപ്പെടുന്നതാണ്. ആരാണ് യേശു? ഈ ക്രിസ്തു ആരാണ്? മഹത്വത്തിൻ്റെ മഹത്വമായവനാണ്. തേജസ്സിൻ്റെ തേജസ്സായി വാണരുളിയവനാണ്. മഹത്വത്തിൻ്റെ മഹത്വമായി സ്വർഗീയ മഹോന്നതങ്ങളിൽ വാണരുളിയവൻ. അഗ്നിമയന്മാരായ മാലാഖമാർ വരെ കണ്ണുപൊത്തിയാണ് അവനെ ആരാധിച്ചിരുന്നത്. 6 ചിറകുള്ളതായ ശ്രോപ്പന്മാർ
ഈരച്ചിറകുകളാൽ മുഖം മൂടിയാണ് ആ തേജസ്സിൻ്റെ ശോഭയുടെ മുമ്പിൽ നിന്നിരുന്നത്. ആ മഹത്വത്തിൻ്റെ മഹത്വമായവൻ തൻ്റെ ജഡശരീരത്തിൽ മഹത്വം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് പറഞ്ഞത്. വിശുദ്ധ കന്യാമറിയാവിൽ നിന്നും ശരീരിയായി തീർന്നു. തൻ്റെ ജഡത്തിൽ മഹത്വം മറച്ചു കെട്ടവനായി ഈ ഭൂമിയിലൂടെ നടന്നുവെങ്കിലും ആവശ്യക്കാരുടെ മുമ്പിൽ മറച്ചു വെക്കപ്പെട്ടതായ മഹത്വം വെളിപ്പെട്ടിട്ടുണ്ട്. എത്രയോ സന്ദർഭങ്ങളിൽ അവൻ്റെ മഹത്വം വെളിപ്പെട്ടു. ആദ്യമായി ആ മഹത്വം വെളിപ്പെട്ട രംഗമാണ് കാനാവിലെ കല്യാണ വീട്. അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. നമ്മുടെ ജീവിതത്തിൽ ദൈവ മഹത്വം വെളിപ്പെടണം. ഇപ്പോൾ നോമ്പിൻ്റെ നാളുകളാണ്, വലിയ നോമ്പിൻ്റെ നാളുകൾ. നാം ഈ ആഴ്ചയിൽ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും എല്ലാം, നോമ്പും നമസ്കാരവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ദൈവ മഹത്വം വെളിപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകണം. ഇന്ന് പലതും ചടങ്ങുകളല്ലേ, വെറും ചടങ്ങുകളായി. എന്നാണ് പിതാക്കന്മാർ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. ശരീരം ഭക്ഷണത്തെ വെടിയുമ്പോൾ ആത്മാവ് തിന്മകളെ വെടിയേണ്ടതാകുന്നു. ദുർവിചാരങ്ങളെ വെടിയാതെ ഭക്ഷണത്തെ മാത്രം വെടിഞ്ഞു നോക്കുമ്പോൾ വ്യർത്ഥമാകയാൽ കർത്താവെ, ആത്മാവിനും ശരീരത്തിനും ശരിയായിട്ട് നോക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്നാണ്, ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ എന്നാണ് പിതാക്കന്മാർ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിൽ മഹത്വം വെളിപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ദൈവമഹത്വം വെളിപ്പെട്ടാൽ, ഇവിടെ അടയാളങ്ങളുടെ ആരംഭം എങ്ങനെയായിരുന്നു? പച്ചവെള്ളം വീഞ്ഞായി മാറി. ഒരു വിലയുമില്ലാത്ത പച്ചവെള്ളം, ഒരു നിറവുമില്ലാത്ത, ഒരു മണവുമില്ലാത്ത, ഒരു രുചിയുമില്ലാത്ത പച്ചവെള്ളം രുചിയുള്ള, മണമുള്ള, വിലയുള്ള മേത്തരം വീഞ്ഞായി മാറി. രൂപാന്തരം, മാനസാന്തരം എന്ന് പറയാം. നമ്മുടെ ജീവിതത്തിൽ ദൈവമഹത്വം വെളിപ്പെടുമ്പോൾ ആദ്യം നടക്കേണ്ടതായ കാര്യം ഒരു മാനസാന്തരമാണ്, രൂപാന്തരമാണ്. പച്ചവെള്ളം വീഞ്ഞായി മാറുന്നത് പോലുള്ള രൂപാന്തരം. എൻ്റെ 22-ാമത്തെ വയസ്സിൽ ദൈവം മഹത്വം വെളിപ്പെട്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരമാണ് ഉണ്ടായത്. ഞാൻ മാനസാന്തരപ്പെട്ടു. എൻ്റെ സ്വഭാവം മാറി, എൻ്റെ പ്രകൃതങ്ങൾ മാറി, എൻ്റെ ജീവിത രീതികൾ മാറി, എൻ്റെ ആരാധന മാറി, പ്രാർത്ഥന മാറി. എൻ്റെ ജീവിതത്തെ ആകമാനം മാറ്റിയ അത്ഭുതമാണ് നടന്നത്. ഒന്നാമത്തെ അടയാളം, ദൈവമഹത്വം വെളിപ്പെട്ടാൽ ഒന്നാമത് നടക്കേണ്ടതാണ്. ബാക്കി എന്തെല്ലാം ഉണ്ടെങ്കിൽ എന്താണ്? മാനസാന്തരം കിട്ടിയില്ല എങ്കിൽ വേറെ എന്തെല്ലാം ഉണ്ടെങ്കിലും എന്താണ്? നാം ചിന്തിച്ച് നോക്കണം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനമെന്നാണ് തിരുവചനം പറയുന്നത്. ബൈബിളിൽ മൂഢനായ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനോട് യേശു ചോദിക്കുന്നുണ്ട്. അവൻ്റെ വിളവ് നന്നായി വിളഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ കളപ്പുരകളെ പൊളിച്ച് വലിയ പണിയും, ഇതെല്ലാം ഞാൻ കളപ്പുരയിൽ കൂട്ടിവെക്കും, ഏറിയ ആണ്ടുകൾക്കുള്ളത്. തിന്ന് കുടിച്ച് ആനന്ദിച്ച് ഞാൻ ജീവിക്കും. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് തന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ യേശു നോക്കി പറഞ്ഞു, മൂഢ, ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിക്കും. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം നേടിയാലും സ്വഭാവം മാറിയില്ല എങ്കിൽ, മാനസാന്തരം വന്നില്ല എങ്കിൽ, ജീവിതം മാറിയില്ല എങ്കിൽ, ആത്മാവിൻ്റെ രക്ഷ അനുഭവിച്ചില്ല എങ്കിൽ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. അടയാളങ്ങളുടെ ആരംഭം ഗലീലയിലെ കാനാവിൽ വെച്ച് നമ്മുടെ ജീവിതത്തിൽ
ദൈവമഹത്വം വെളിപ്പെടണമെങ്കിൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത്? ഈ വേദഭാഗം ധ്യാനിച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നോമ്പിൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ വായിക്കാനും ധ്യാനിക്കാനും തക്കൊണ്ട് ക്രമീകരിക്കപ്പെട്ട വേദഭാഗമാണല്ലോ ഇത്. വായിച്ച് കേൾക്കാം, ശ്രദ്ധയോടെ കേട്ടാലും. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രമുണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് അവൻ പറഞ്ഞു. ദൈവമഹത്വം വെളിപ്പെടണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ആവശ്യമുണ്ടാകണമെന്നാണ്. അത്യാവശ്യമുണ്ടാകണം. എനിക്ക് കിട്ടിയേ തീരൂ എന്നുള്ളതായ ആവശ്യമുണ്ടാകണം. എൻ്റെ സ്വഭാവം മാറിയേ പറ്റൂ. എൻ്റെ മദ്യപാനം മാറിയേ പറ്റൂ. എനിക്ക് ശരിയായ ഒരു മാനസാന്തരം കിട്ടിയേ പറ്റൂ എന്നുള്ള അത്യാവശ്യക്കാരായി നാം മാറണം. നാം ആവശ്യക്കാരായി അടുത്ത് ചെല്ലണം. ഈ കാനാവിലെ കല്യാണ വീട് യേശുവിൻ്റെ അമ്മയായ മറിയാമിൻ്റെ, വിശുദ്ധ കന്യ മറിയാമിൻ്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധപ്പെട്ട വീടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. കല്യാണത്തിനും ചില ദിവസങ്ങൾക്ക് മുമ്പേ അവിടെ ഉണ്ടായിരുന്നു ചിന്തിക്കാം. അപ്പോൾ അത്രയും അടുത്ത സ്വന്തപ്പെട്ട വീട്. യേശുവിനെയും ശിഷ്യന്മാരെയും ആ കല്യാണത്തിൽ ക്ഷണിച്ചിരുന്നു. യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അവിടെ ആ കല്യാണത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഒരുക്കുമ്പോൾ യേശുവിൻ്റെ അമ്മ എല്ലാ കാര്യങ്ങളും അറിവുണ്ട്. നോക്കി, വീഞ്ഞ് പോരാതെ വരുമോ? ഒരു സംശയം. തികയില്ല എന്നുള്ളൊരു ഭയം. തീർന്നിട്ടില്ല. ഞാൻ അങ്ങനെ വായിക്കുന്നത് വീഞ്ഞ് പോരാതെ വരികയാൽ എന്നാണ് നാം വായിക്കുന്നത്. യേശു പറഞ്ഞു, വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. യേശുവിനറിയാം, കാര്യങ്ങളറിയാം. യേശുവിൻ്റെ അമ്മ അറിയും, വീഞ്ഞ് പോരാതെ വരുന്നു, തികയുമോ എന്നൊരു സംശയം. ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. കല്യാണ വീട്ടിൽ ആളുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. വീഞ്ഞ് തികയുമോ എന്നുള്ളൊരു സംശയം. പോരാതെ വരിക, ഷോർട്ടേജ് വന്നു. അപ്പോൾ പറഞ്ഞു, വീഞ്ഞില്ലെന്ന് പറഞ്ഞു. പക്ഷേ കർത്താവിന് അറിയാലോ എന്താണ്, തീർന്നിട്ടില്ല, എൻ്റെ നാഴി ഇത് വന്നിട്ടില്ല. അപ്പോൾ കർത്താവ് പറയണം, അല്പം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യേ. വീഞ്ഞ് തീർന്നുപോയ കാര്യം എല്ലാവരും ഒന്ന് അറിയട്ടെ. ഒരുപക്ഷെ അങ്ങനെ ഉദ്ദേശിച്ചായിരിക്കാം അമ്മ ആദ്യം പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാൻ യേശു പറഞ്ഞത്. ഷോർട്ടേജേ വന്നിട്ടുള്ളൂ, തികയാതെ വന്നിട്ടേ ഉള്ളൂ. എങ്ങനെയെങ്കിലും തികയ്ക്കാൻ പറ്റുമോ എന്ന് ഇപ്പം നോക്കാം. അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലേ, അങ്ങനെയുണ്ടല്ലോ. ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തി അങ്ങ് തികയ്ക്കാനുള്ള ഒരു ചിന്ത വന്നേക്കാം. മുഴുവനങ്ങ് തീർന്നാലോ? ഒരു അഡ്ജസ്റ്റ്മെൻറ്റും പറ്റാത്തവണ്ണമായാൽ വീഞ്ഞ് കിട്ടിയേ തീരൂ. ഇന്ന് പലരും അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ക്രിസ്തീയ ജീവിതം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അത്യാവശ്യം നോമ്പും പ്രാർത്ഥനയും എല്ലാം ഉണ്ട്, പള്ളിയിൽ പോക്കും ആരാധനയും എല്ലാം ഉണ്ട്. ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ
ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. പോരാ, നാം ആവശ്യക്കാരായി മാറണം. നാം അത്യാവശ്യക്കാരായി മാറണം. എനിക്ക് ഒരു മാനസാന്തരം കിട്ടിയേ മതിയാകൂ. ഇങ്ങനെ പോയാൽ പോരാ എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് ഞാൻ ഇന്ന് പോകുന്നത് പോലെ മുന്നോട്ട് പോയാൽ സ്വർഗരാജ്യം കണി കാണുകയില്ല എന്നുള്ളതായ സത്യം തിരിച്ചറിഞ്ഞ് എനിക്കൊരു മാറ്റം കിട്ടിയേ മതിയാകൂ എന്നുള്ള ഒരു ആവശ്യക്കാരനായി മാറണം. എൻ്റെ ഇന്നത്തെ മാനസാന്തരത്തിൽ മുന്നോട്ട് പോയാൽ നിത്യജീവന്റെ അവകാശിയാകുകയില്ല എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് മാറേണ്ടതുപോലെ മാറിയേ മതിയാകൂ. അഡ്ജസ്റ്റ്മെന്റിൽ മുന്നോട്ട് പോകല്ലേ. ഇന്ന് അനേകർ അങ്ങനെയല്ലേ, ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് മുന്നോട്ട് പോവുകയാണ്. ഭാര്യയും ഭർത്താവും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ മുന്നോട്ട് പോകുന്നു. മക്കളും മാതാപിതാക്കളും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് മുന്നോട്ട് പോവുകയാണ്. കുടുംബത്തിൽ സന്തോഷമില്ല, സമാധാനമില്ല, നിറവില്ല, ആനന്ദമില്ല. ആ അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ അങ്ങ് മുന്നോട്ട് പോവുകയാണ്. ഈ വചനത്തെ കേൾക്കുന്ന ദൈവത്തിലെ അഡ്ജസ്റ്റ്മെന്റിലുള്ളതായ ജീവിതം അത് നിനക്ക് മതിയോ? മാറണ്ടേ? കുടുംബ സ്വർഗമാക്കാൻ കഴിയുന്ന ഒരുവനുണ്ടല്ലോ, രൂപാന്തരം വരുത്താൻ കഴിയുന്ന ഒരുവനുണ്ടല്ലോ. അവൻ്റെ അരിയിലേക്ക് കടന്നു എല്ലാം, അവൻ്റെ അരിയിലേക്ക് ആവശ്യക്കാരായി കടന്നു എല്ലാം. കർത്താവേ, എൻ്റെ കുടുംബത്തിലൊരു മാറ്റം തന്നേ മതിയാകൂ. പച്ചവെള്ളം വീഞ്ഞായി മാറുന്നത് പോലുള്ള വ്യത്യാസം എൻ്റെ സ്വഭാവത്തിൽ തന്നെ മതിയാകൂ. അത്യാവശ്യക്കാരായി നാം മുന്നോട്ട് പോകണം. മുടിയനായ ഉത്തരം പോകുമ്പോൾ നമുക്കറിയാം, അപ്പൻ്റെ കയ്യിൽ നിന്ന് തനിക്ക് കിട്ടുന്നതായ വസ്തുവകളെല്ലാം വാങ്ങിക്കൊണ്ട് ദൂരദേശത്തേക്ക് പോയവൻ കൂട്ടുകാരോടും വേശ്യമാരോടും കൂടി എല്ലാം ചെലവഴിച്ചു. അവന് മുട്ടുവന്നു. ദേശത്ത് ക്ഷാമം വന്നപ്പോൾ അവന് മുട്ടുവന്നു തുടങ്ങി. അവനൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അവന് മുട്ട് വന്നപ്പോൾ അവനൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ, ഇവിടെ പ്രഭുക്കന്മാരുണ്ടല്ലോ, ഇവിടെ എന്തെങ്കിലും ഒരു പണി അന്വേഷിക്കാം. അവൻ ദേശത്തെ പൗരന്മാരിൽ ഒരാളെ ചെന്ന് ആശ്രയിച്ചു. പന്നികളെ നോക്കുന്ന ജോലി കൊടുത്തു. അങ്ങനെ കഴിയാം. അപ്പൻ്റെ വീട്ടിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ലേ? എന്തിനപ്പൻ്റെ വീട്ടിലേക്ക് പോകണം? അവിടെ നിന്ന് പോകുന്നതല്ലേ. ഇനി ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. പന്നിയെ നോക്കി അങ്ങനെ അങ്ങ് ജീവിക്കാമെന്നുള്ള കണക്ക് കൂട്ടലിൽ അവൻ പന്നികളെ നോക്കുന്ന ആ പണിയെടുത്തു. പന്നികൾക്ക് കൊടുക്കുന്ന വാളവരെന്ന് പോലും വിശപ്പടക്കാൻ കഴിയാതെ വന്നപ്പോൾ ആ അഡ്ജസ്റ്റ്മെന്റിൽ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നവൻ മനസ്സിലാക്കിയപ്പോൾ അവൻ തീരുമാനമെടുത്ത് എഴുന്നേറ്റു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് ചെല്ലും. അതാണ് സുബോധം. സുബോധം വരണം. അഡ്ജസ്റ്റ്മെന്റിലുള്ള ക്രിസ്തീയ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ശരിയായ ഒരു ദൈവത്തിലായിട്ട് ജീവിക്കാൻ ആരെല്ലാം കൊതിക്കുന്നുണ്ട്, ആരെല്ലാം ആവശ്യക്കാരാകുന്നുണ്ട്. ഈ നോമ്പിൻ്റെ 2ാമത്തെ ആഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുമ്പോൾ ഒരു ശരിയായ ആത്മീയനായി നിൽക്കാൻ ദൈവം സന്തോഷിക്കുന്ന, ദൈവം പ്രസാദിക്കുന്ന ഒരു ദൈവത്തിലായിട്ട് ജീവിക്കുവാൻ ആരുടെ എല്ലാം ഉള്ളം കൊതിക്കുന്നുണ്ട്. ആവശ്യക്കാരാകണം, അത്യാവശ്യക്കാരാകണം. ഒന്നാമത്തെ കാര്യം, ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ കാര്യം ഈ യേശുവിൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് പറഞ്ഞു, ഇവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചെയ്യുക. വചനം അനുസരിക്കണം. അനുസരണം. യേശു എന്തു പറയുന്നുവോ ചോദ്യം ചെയ്യാതെ അനുസരിക്കണം. ഇവിടെ നാം വായിക്കുന്നത് യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2 or 3 പറവീതം കൊള്ളുന്ന 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു എന്ന്. അതിൽ വെള്ളം കോരി നിറയ്ക്കാനാണ് പറഞ്ഞു. ഒരു പക്ഷേ ഈ ശുശ്രൂഷക്കാര് ഈ കർത്താവ് പറയുന്ന വാക്കുകളോട് തങ്ങളുടെ ബുദ്ധിയും അറിവും കൂട്ടിക്കലർത്താൻ ശ്രമിച്ചിരുന്നു എങ്കിൽ അവിടെ ദൈവമഹത്വം വെളിപ്പെടുകയില്ല. എന്നോട് ശ്രദ്ധിക്കണം. കർത്താവ് പറഞ്ഞ വാക്കുകളോട് ദൈവവചനത്തെ, ആ ദൈവവചനത്തോട് തങ്ങളുടെ അറിവും ബുദ്ധിയും ഒന്ന് കൂട്ടിക്കലർത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഒരു കർത്താവിനോട് പറഞ്ഞേനെ. കാരണം അവിടുത്തെ ശുശ്രൂഷക്കാരല്ലേ. ഇത് ശുദ്ധീകരണ പ്രകാരം വീട്ടിൽ വരുന്നവർക്ക് കാലും കൈ കഴുകാൻ വെള്ളം വെക്കേണ്ട കൽപ്പാത്രം മാറ്റിയിട്ടിരിക്കുക. അതിലാണോ വെള്ളം നിറയ്ക്കുന്നത്?
അതുവരെ വീഞ്ഞ് വിളമ്പിക്കൊണ്ടിരുന്ന, വീഞ്ഞ് തീർന്ന, വീഞ്ഞിരുന്നതും വീഞ്ഞു തീർന്ന കാലിയായതുമായ കൽപാത്രം അല്ല, വീഞ്ഞു പാത്രം, വീഞ്ഞ് ഭരണി കലവറയിരിക്കുന്നുണ്ട്. ഇതിലല്ലേ വെള്ളം നിറയ്ക്കേണ്ടത്? ദൈവവചനത്തെ നമ്മുടെ ബുദ്ധിയോട്, നമ്മുടെ അറിവിനോട്, നമ്മുടെ പരിചയങ്ങളോട് കൂട്ടിക്കലർത്താൻ നോക്കിയാൽ ദൈവമഹത്വം കാണാൻ കഴിയില്ല. വ്യക്തമായി മനസ്സിലാക്കണം. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ ദൈവവചനം എന്ത് പറയുന്നുവോ അതിനെ പാരമ്പര്യത്തോട് കൂട്ടിക്കലർത്താൻ നോക്കരുത്. അതിനെ ശീലങ്ങളോടും അറിവിനോടും ബുദ്ധിയോടും കൂട്ടിക്കലർത്താൻ ശ്രമിക്കരുത്. യേശു എന്ത് പറയുന്നുവോ, ഈ തിരുവചനം എന്ത് പറയുന്നുവോ അതുപോലെ അനുസരിക്കണം. ശുശ്രൂഷക്കാർ ചെയ്തു. വക്കോളം നിറച്ചു, വീഞ്ഞായി മാറി. കോരി വിരുന്ന് വഴിക്ക് കൊടുക്കാൻ പറഞ്ഞു. മേൽത്തരം വീഞ്ഞ്, അതുപോലെ വിളമ്പിയതിനേക്കാളും മേൽത്തരമായ വീഞ്ഞ വീട്ടിൽ ലഭിച്ചു. അവൻ്റെ മഹത്വം വെളിപ്പെട്ടു. നീ വാക്കുകളെ കേൾക്കുമ്പോൾ ഇനിയുള്ള കാലം ദൈവവചനപ്രകാരം ജീവിക്കാൻ തീരുമാനിക്കുന്നു എങ്കിൽ അവൻ്റെ മഹത്വം വെളിപ്പെടും. മൂന്നാമത്തെ സംഭവം, പിലാവ് വീട്ടിലേക്ക് പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടണമെങ്കിൽ പിലാവ് വീട്ടിലേക്ക് ചെന്നാൽ മൂന്നാമതൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ത് വിശ്വസിക്കണം? അന്ന് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, രോഗിയാണ്. തൻ്റെ ശരീരത്തിലെ രോഗത്താൽ ഏറെ വലഞ്ഞുപോയവളാണ്. ഏറിയ വസ്തുവകകൾ എല്ലാം ചെലവഴിച്ച് ഏറിയ വൈദ്യന്മാരുടെ അടുക്കൽ പോയി ചികിത്സകൾ ചെയ്തു. ഒരു ഫലവും കിട്ടിയില്ല, ഒരു ഗുണവും കിട്ടിയില്ല. അവൾ യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടു. അവൾക്ക് വിശ്വാസമുണ്ട്. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്നുള്ള വിശ്വാസം അവൾക്കുണ്ട്. അവൾ വിശ്വാസത്തോടെ യേശുവിൻ്റെ ചുറ്റും നിന്ന ആളുകൾ തള്ളി തിക്കി തിരക്കുമ്പോൾ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ കടന്നു ചെന്ന് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ അവൾ വിശ്വാസത്തോടുകൂടെ അവളുടെ കൈകളെ നീട്ടി യേശുവിൻ്റെ വസ്ത്രത്തിന് തൊങ്ങലിന്മേലൊന്ന് തൊട്ടപ്പോൾ ആ ക്ഷണത്തിൽ അവളുടെ മേൽ അവൻ്റെ മഹത്വം വെളിപ്പെട്ടു. ജഡത്തിൽ മറച്ചു വെച്ച ദൈവമഹത്വം അവളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു. അവൾ സൗഖ്യമുള്ളവളായി മാറി. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം ആരെല്ലാം വിശ്വസിക്കുന്നുണ്ട്? എന്താണ് വിശ്വസിക്കുന്നത്? നാം വിളിച്ചാൽ നമ്മുടെ ഇതിലേക്ക് യേശു വരുമെന്ന്. ഈ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നു കൊണ്ട് ഒരാവശ്യക്കാരൻ വിളിച്ചാൽ യേശു അരികിൽ വരുന്നവനാണ്. ഞാനിന്ന് ഈ വാക്കുകൾ പറയുന്നത് അമേരിക്കയിൽ നിന്നുകൊണ്ടാണ്. ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലുമാണെങ്കിലും ഒരാവശ്യക്കാരൻ വിളിച്ചാൽ, ഒരാവശ്യക്കാരൻ എൻ്റെ യേശുവേ എന്ന് വിളിച്ചാൽ, എൻ്റെ കർത്താവേ എന്ന് വിളിച്ചാൽ അരികിലേക്ക് വരുന്നവർ യേശു. വിശ്വാസമുണ്ടോ? ഞാനിവിടെ ഇരുന്നുകൊണ്ട് വിളിച്ചാൽ എൻ്റെ അരികിലേക്ക് എൻ്റെ യേശു വരുമെന്നുള്ള വിശ്വാസമുണ്ടോ? 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും ഞാൻ അവിടെ നടുവിലുണ്ടെന്ന് വാക്ക് വിശ്വാസമുണ്ടോ? നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ മക്കളോടുകൂടെ മുട്ടുകുത്തുമ്പോൾ യേശു അരികിൽ വരുന്നുള്ള വിശ്വാസമുണ്ടോ? വിശ്വാസത്തോടുകൂടെ നീ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു അരികിൽ കടന്നു വന്നു എന്നുള്ള വിശ്വാസത്തോടെ എൻ്റെ അരികിൽ ഞാനൊരു ആവശ്യക്കാരനാണ്, ഞാൻ ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാൻ തീരുമാനമെടുത്തൊരു ദൈവവിധലാണ്, എൻ്റെ അരികിൽ യേശു കടന്നു വന്നിരിക്കുന്നത് വിശ്വാസത്തോടുകൂടെ അവനെ ഒന്ന് തൊട്ടാൽ, ഞാൻ ഈ വാക്കുകളെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ കരങ്ങൾ യേശുവിന് നേരെ നീളണം. വിശ്വാസത്തിൻ്റെ കരങ്ങളെ നീട്ടി എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ മാറ്റുവാൻ, എൻ്റെ ശരീരത്തിലെ രോഗം മാറ്റുവാൻ,
എൻ്റെ സ്വഭാവം മാറ്റുവാൻ, എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം മാറ്റുവാൻ, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ മാറ്റുവാൻ, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ എൻ്റെ യേശുവിന് കഴിയുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ ആ വിശ്വാസത്തിൻ്റെ കരങ്ങൾ നീട്ടി യേശുവിനെ തൊട്ടാൽ അവൻ്റെ മഹത്വം വെളിപ്പെടുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആരെല്ലാം വിശ്വാസത്തോടെ യേശുവിനോട് ചേർന്ന് വരുന്നുണ്ട്, യേശുവിനോട് ചേർന്ന് വരുന്നുണ്ട്, യേശുവിൻ്റെ അരിയിലേക്ക് ചെല്ലുന്നുണ്ട്, യേശുവിനെ തൊടുന്നുണ്ട്, നമുക്ക് തൊടാൻ, കൈ നീട്ടി തൊടാൻ തക്കവണ്ണം അരികിൽ വരുന്നവനെ നമുക്കൊന്ന് തൊടാം. അവൻ്റെ മഹത്വം വെളിപ്പെടട്ടെ. ഞാൻ ഈ വാക്കുകൾ നിർത്തട്ടെ. നമ്മുടെ ഇതിലേക്ക് വന്ന് നിൽക്കുന്ന യേശുവിനെ ഒന്ന് തൊടാം. കർത്താവേ, ഞാനൊരു ആവശ്യക്കാരനാണ്, ഒന്ന് തീരുമാനമെടുക്കുമോ? ഇതുവരെ നടന്നിട്ടില്ല കർത്താവേ. എനിക്കൊരു മാനസാന്തരം കിട്ടിയേ മതിയാകൂ, എൻ്റെ സ്വഭാവം മാറിയേ മതിയാകൂ. എനിക്കൊരു വിശുദ്ധനായി ജീവിക്കണം, എനിക്ക് എൻ്റെ യേശു സന്തോഷിക്കുന്നത് പോലെ ജീവിക്കണം. നല്ല ആഗ്രഹത്തോടെ അത്യാവശ്യക്കാരനായി യേശുവിൻ്റെ ഇതിലേക്ക് വരുമോ? യേശുവിടെ ആദ്യമായിട്ട് പറയണം, കർത്താവേ, ഇനിയുള്ള എൻ്റെ ജീവിതം നിൻ്റെ വചനപ്രകാരം ഞാൻ നടന്നുകൊള്ളാം, നിൻ്റെ വഴികളിൽ ഞാൻ നടന്നുകൊള്ളാം. ഈ തിരുവചനത്തിന് വിരുദ്ധമായി ഒരു കാര്യത്തിനും ഞാൻ നിൽക്കുകയില്ല. തീരുമാനത്തോടെ ഒന്ന് തൊട്ടാൽ അവൻ്റെ മഹത്വം വെളിപ്പെടും. തലകളെ വണക്കാം. കരുണയുള്ള കർത്താവേ, സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ, അടിങ്ങൾക്ക് നൽകിത്തന്ന ഈ തിരുവചന ശുശ്രൂഷയ്ക്കായി സ്തോത്രം. ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി കല്യാണ വീട്ടിൽ വെളിപ്പെട്ട ദൈവമഹത്വം, വിലാപ വീട്ടിൽ വെളിപ്പെടുന്ന ദൈവമഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് നിൽക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാ മഹത്വം എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ.